ഉമ്മൻചാണ്ടി സർക്കാർ പിന്നീട് അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. കാരണം CPM കോൺഗ്രസിന് ഭയമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമായിരിക്കട്ടെ. പക്ഷേ കേരളത്തിൽ നാദാപുരത്തിന് സമാനമായ ഒട്ടേറെ പരിപാടി സംഗതികൾ ഇന്ന് ഞാൻ സൂചിപ്പിച്ച പാലക്കാട് അടിപ്പരണ്ട ഗ്രാമം ഉൾപ്പെടെയുള്ള പ്രദേശം പറയുന്നു നിങ്ങൾ നാട് വിട്ടു പൊക്കോളണം എന്നാ പറയുന്നത്. ദയനീയമായ കാഴ്ചയാണ് അടിപ്പരണ്ടയിൽ. കാരണം കാലികളെ വളർത്തി പാല് വിറ്റ് ജീവിക്കുന്ന ഒരു കുടുംബം അവിടെ ഈ സാമൂഹ്യമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിലക്കുകൊണ്ട് കാലികളെ വിറ്റഴിച്ചിരിക്കുന്നു. കുട്ടികൾ കൊത്തിത്തിന്നുന്നു. അവർക്കത് ചന്തയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പാലക്കാട് നെന്മാറ DYSPയോട് ഞങ്ങൾ ചോദിച്ചു എന്താണ് പ്രശ്നം. അവസാനം കാരണക്കാരായ ആളെയല്ല അന്ന് ചെന്ന് ചൊവ്വാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് DYSP കണ്ടു. അന്ന് വൈകുന്നേരം ഒരു ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ഇപ്പോഴും പിന്നിലാണ്. കെ അച്യുതൻ MLA, ചിറ്റൂർ MLA ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു, ഇന്ന ആളുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടണം എന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ പ്രശ്നം പരിഹരിക്കപ്പെടാ എന്നുള്ളത് സത്യത്തിന്റെയും നേരിന്റെ മുകളിലേക്ക് ആളുകൾ ആദ്യം കടന്നു വരട്ടെ, എന്നിട്ട് നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടി വളർത്തുവാൻ വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗുണ്ടായി വളർത്തുന്ന രീതി കേരളത്തിൽ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ വലിയ സ്വീകാര്യത നാദാപുരത്ത് പോയപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും വരുന്നതിൽ കൂടെ പോലീസായിരുന്നു STPക്ക് പ്രൊട്ടക്ഷൻ തരാൻ. അത് തന്നെയായിരുന്നു അടിപ്പരണ്ടയിൽ ഉണ്ടായത്. CIE താഴേക്കുള്ളൊരു ബറ്റാലിയൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ STPയുടെ പിന്നീട് അങ്ങനെ വരുന്നത്? നാദാപുരത്ത് നമ്മൾ പറഞ്ഞു ഈ ജാഗ്രത നിങ്ങൾക്ക് 22-ാം തീയതി ഉണ്ടായിരുന്നെങ്കിൽ, നിസ്സഹായ ഉമ്മമാരും പെങ്ങന്മാരും കുട്ടികളും നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഇതിവിടെ സംഭവിക്കുകയില്ലായിരുന്നു. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറത്ത് നടക്കുക? പാർട്ടിക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നാ പറഞ്ഞത്. ഇത്ര ദയനീയമായ രീതിയിൽ എങ്ങനെയാണ് പോലീസുകാർക്കാർ മനുഷ്യരല്ലേ? രാഷ്ട്രീയക്കാർ മനുഷ്യരല്ലേ? CPM നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയും അത് തന്നെയാണ്. മനുഷ്യത്വമില്ലാതായിരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ കടന്നു പോവുകയാണ്. നാദാപുരത്തിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഞാനത് പഠിച്ചു, പഴയ സംഭവങ്ങൾ. അപ്പോഴാണ് മനസ്സിലായത് 2001 നടന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. ആ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടത് അതേസമയം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരനായിരുന്നു. എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക എടുത്ത് വിടർത്തി നോക്കിക്കൊണ്ട് CPMനെതിരുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ വിദേശത്താണോ സ്വദേശത്താണോ എന്നറിയില്ല. അങ്ങനെ വോട്ടർ പട്ടിക നോക്കി പ്രതികളെ കൊടുക്കുന്ന രീതി, ആ രീതിയാണ് നാദാപുരത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ചരിത്രത്തിലേക്കൊക്കെ കടന്നു പോകേണ്ടതില്ല, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഒട്ടേറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നാദാപുരത്ത്. അതിന് വളം വെച്ച് കൊടുക്കുന്നത് ഈ CPM ആണ്. ഇവിടെ വാസുവേട്ടൻ പറഞ്ഞു, അബ്ദുള്ള സാഹിബ് പറഞ്ഞു നല്ല പാർട്ടിയായിരുന്നു. പക്ഷേ ആ പാർട്ടിയെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് 20-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. എത്ര കോടി രൂപ മുടക്കിയിട്ട് ആ പാർട്ടി എന്തായിരുന്നു ചർച്ച ചെയ്തത്? CPMനെ പോലും പാർട്ടി VS അച്യുതാനന്ദനെ കുറിച്ചല്ലാതെ VSനെ കുറിച്ച് പുറത്താക്കുന്നതിനെ കുറിച്ച് വേറെ എന്താണ് പാർട്ടി? എന്നെ കേൾക്കുന്ന CITUവിന്റെ CPMന്റെ തൊഴിലാളി സഖാക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പ് പറ്റിക്കൊണ്ട് കോടികൾ മുടക്കിക്കൊണ്ട് നടത്തിയ സമ്മേളനം എന്തായിരുന്നു? ആ സമ്മേളന ചർച്ച VSനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നാണ്. അന്ന് മോഹനൻ മാഷ് പറഞ്ഞു, വീതച്ചായുന്ന പൊന്മരമാണെങ്കിലും അത് വെട്ടിക്കളയണമെന്നാ പറയും. എന്ന് പറഞ്ഞാൽ വെട്ടിത്തീർക്കുക എന്നാണ് അവരുടെ നയമെന്ന് ആ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കപ്പെടാൻ കഴിയുന്നു. ചിന്ത പബ്ലിക്കേഷൻസ് പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 19 പാർട്ടി കോൺഗ്രസുകളുടെ ചരിത്രം കഴിഞ്ഞ ശ്രീ ബാബു ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ 19 പാർട്ടി കോൺഗ്രസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ 1-ാം പാർട്ടി കോൺഗ്രസിൽ എന്താണോ CPM ചർച്ച ചെയ്തത് അത് തന്നെയാണ് 19-ാം പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 19-ാം പാർട്ടി കോൺഗ്രസിൽ പറയുന്നു, പാർട്ടിയുടെ സംഘടനാ കേഡർഷിപ്പിൽ വളരെയേറെ ആളുകൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മീറ്റിംഗിൽ പോലും പങ്കെടുക്കാത്ത ഒട്ടേറെ ആളുകൾ പാർട്ടിയുടെ കേഡർഷിപ്പിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയെ മറ്റു പല ക്രിമിനൽ പരിപാടികൾക്ക് വേണ്ടി വിനിയോഗിക്കൂ എന്ന് ചർച്ച ചെയ്തപ്പെട്ട CPM പാർട്ടി കോൺഗ്രസിന്റെ ചിന്ത പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകം, അതിനെതിരെ ആ ക്രിമിനൽക്കെതിരെ ആ പാർട്ടിയുടെ പേരിൽ ആക്രമണം നടത്തുന്നവരെ പിരിച്ചുവിടുവാൻ അല്ലെങ്കിൽ പുറത്താക്കുവാൻ CPM എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല, എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് SDPI പറയുന്നല്ല, ചിന്ത പബ്ലിക്കേഷന്റെ പാർട്ടി കോൺഗ്രസുകളുടെ പുസ്തകം പറയുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാദാപുരത്ത് സമാധാനം ഉണ്ടാകണം, കേരളത്തിൽ സമാധാനം ഉണ്ടാകണം. SDPയുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്, നമുക്കറിയാം. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസുമായി കടന്നു ചെല്ലുമ്പോൾ SDPയുടെ പ്രവർത്തകരിൽ ലഭിക്കുന്ന പരിഗണനയൊക്കെ ഞങ്ങൾക്കറിയാം. ന്യായത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നീതി നടപ്പാക്കാൻ പോലീസുകാരുണ്ടാവണം. കാക്കിയിട്ടാല് ജനങ്ങളുടെ പണം കൊണ്ടാണ് ഞങ്ങൾ കുടുംബം പുലർത്തുന്നത് എന്ന ബോധമെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകണം. അതുകൊണ്ട് നാദാപുരത്ത് ഇന്ന് നമുക്കറിയാം ഈ പരിപാടി ഇത്രയും ആളുകളുണ്ട്. നാളെ മഞ്ജു വാര്യർ സ്നേഹവുമായി വരാൻ പോവുക. നാളെ ചാനലുകളും പത്രങ്ങളും അവിടെ എവിടെ ആരും ഉണ്ടാവില്ല, പക്ഷേ ആളുകൾ ഉണ്ടാവില്ല.
സ്വന്തം കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സിനിമാ നടിക്ക് ആർക്ക് ശ്രേയം കൊടുക്കാനാ നാദാപുരത്തേക്ക് വരുന്നത് നമുക്ക് ചോദിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവര്, സർക്കാരിന് കഴിയാത്ത ഒരു സിനിമാ നടിക്ക് കഴിയുമെന്ന് SDPI വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും SDPI എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രീയ ഗുണ്ടായുസത്തിനെതിരെ പൊരുതുമ്പോൾ SDPIക്ക് ഒരു കൈത്താങ്ങ് സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. ജയ് SDPI.